സംസ്ഥാനതല പ്രൊജക്ട് അവതരണം തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ചരിത്ര നേട്ടം. വിദ്യാർത്ഥികളിൽ ഗവേഷണ താൽപര്യം വളർത്തിക്കൊണ്ടുവരുന്നതിനും കുട്ടി ശാസ്ത്രജ്ഞരെ കണ്ടെത്തുന്നതിനും വേണ്ടി കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സമഗ്ര ശിക്ഷ കേരളവും ചേർന്ന് സംഘടിപ്പിച്ച സ്റ്റാർ സ്ട്രീം എക്കോസിസ്റ്റം സംസ്ഥാനതല പ്രൊജക്ട് അവതരണ മത്സരത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിഥുൻ ബാല, ഹിബ ഷെറിൻ കുന്നുമ്മൽ, ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആമിന ഷഹദ KP എന്നിവരടങ്ങുന്ന മലപ്പുറം ജില്ലാ ടീം അവതരിപ്പിച്ച പ്രൊജക്ട് 1ാം സ്ഥാനവും എക്സലന്റ് പ്രൊജക്ട് അവാർഡും നേടി ചരിത്രം സൃഷ്ടിച്ചു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കാർബൺ ഫുട് പ്രിന്റ് പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിലാണ് കുട്ടികൾ തങ്ങളുടെ ഗവേഷണ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പിന്തുണ നൽകിയത് അധ്യാപകരായ GHSS തിരൂരങ്ങാടി സ്കൂളിലെ സെമിറ വിലാശ്ശേരി, OHSS തിരൂരങ്ങാടി സ്കൂളിലെ ഡോക്ടർ റാഷിദ് TP എന്നിവരാണ്. കുട്ടിശാസ്ത്രജ്ഞരെ പ്രധാനാധ്യാപകരായ N വന്ദന, GHSS തിരൂരങ്ങാടി, KK ഉസ്മാൻ, OHSS തിരൂരങ്ങാടി, MK ഭാവ, മാനേജർ OHSS തിരൂരങ്ങാടി, പരപ്പനങ്ങാടി BRC അധികൃതർ എന്നിവർ അഭിനന്ദനമറിയിച്ചു. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ കാർബൺ ഫുട് പ്രിന്റ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഞങ്ങളിവിടെ ഒരു പ്രൊജക്ട് അവതരിപ്പിക്കാൻ മാത്രം വന്നതല്ല, ഒരു ഉത്തരവാദിത്തം പങ്കിടാൻ കൂടിയാണ്. തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ ഉയരുന്ന കാർബൺ ഫുട് പ്രിന്റ് അതൊരു കണക്കല്ല, മറിച്ച് അത് നമ്മുടെ ഭാവിയുടെ ശബ്ദമാണ്. കാർബൺ മലിനീകരണം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. വലിയ വ്യവസായങ്ങളും വാഹനങ്ങളും പുറപ്പെടുവിപ്പിക്കുന്ന കാർബൺ ഡയോക്സൈഡ് നമ്മുടെ എല്ലാം ആരോഗ്യത്തെയും ഭാവിയെയും ബാധിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രകൃതിയുടെ തന്നെ ചെറിയ അത്ഭുതമായ ക്ലോറെല്ല വൾഗാരിസ് എന്ന പച്ച ആൽഗ ഉപയോഗിച്ച് ലളിതവും ചിലവ് കുറഞ്ഞതുമായ പരിഹാരം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചു. ഞങ്ങളുടെ കാർബൺ ഫുട് പ്രിന്റ് പ്രൊജക്ട് ആദ്യം അവതരിപ്പിച്ചത് BRC തലത്തിലായിരുന്നു. അന്ന് ഞങ്ങൾ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ 3 പ്രധാന മേഖലകളിൽ നിന്നുള്ള ഡാറ്റ ശേഖരിച്ചു. ഗതാഗത മേഖല, വീടുകളിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗം, മാലിന്യ നിക്ഷേപം എന്നിവയായിരുന്നു ആ 3 പ്രധാന മേഖലകൾ. ഞങ്ങൾ 150 കുട്ടികളെ ലക്ഷ്യം വെച്ച് ചോദ്യാവലി തയ്യാറാക്കി. അതിൽ നിന്നും ഞങ്ങൾ കണ്ടെത്തിയത് തിരൂരങ്ങാടിയുടെ ആസ്ഥാനമായ ചെമ്മാട് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ കാർബൺ ഫുട് പ്രിന്റ് ഉള്ളത് എന്നാണ്. BRC തലത്തിലെ പ്രൊജക്ട് അവതരണത്തിലേക്കുള്ള ഡാറ്റ ശേഖരിച്ചു. ഗതാഗതം, വൈദ്യുതി, മാലിന്യം എന്നീ മേഖലകളിൽ നിന്നാണ് കാർബൺ ഡയോക്സൈഡ് അളന്നത്. ഞങ്ങളുടെ കണ്ടെത്തലുകൾ പ്രകാരം അതിൽ നിന്നുമുള്ള ആകെ ഉത്സർജനം 9.8 ടൺ പെർ മന്ത് ആയിരുന്നു. ഞങ്ങളുടെ ഡാറ്റ പ്രകാരം അതിൽ ഗതാഗതം 46%, വൈദ്യുതി 33%, മാലിന്യം 21%. ഏറ്റവും കൂടുതൽ കാർബൺ ഉത്സർജനം ഗതാഗത മേഖലയിൽ നിന്നാണെന്ന് ഞങ്ങൾ കണ്ടെത്തി. ഈ കണക്കുകൾ ഞങ്ങളെ ഞെട്ടിച്ചു. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, പരാതി പറയാതെ പരിഹാരം കണ്ടെത്തണം. ഡിസ്ട്രിക്ട് തലത്തിൽ ഞങ്ങൾ പ്രൊജക്ട് കൂടുതൽ ശക്തമാക്കി. പ്രശ്നത്തോടൊപ്പം ഒരു പ്രകൃതിദത്ത പരിഹാരവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ചെറുജീവിയാണ് ഞങ്ങളുടെ ഹീറോ, ക്ലോറെല്ല വൾഗാരിസ്. ഇത് കുറയ്ക്കാൻ പ്രകൃതി തന്നെയാണ് ഞങ്ങൾക്ക് വഴി കാണിച്ചത്. ആൽഗ. എന്താണ് ക്ലോറെല്ല വൾഗാരിസ്? ഒരു ഏകകോശ ഹരിത ആൽഗയാണിത്. ഇത് വളരെ വേഗത്തിൽ വളരുന്നു. പ്രകാശ സംശ്ലേഷണം വഴി കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിടുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്, പക്ഷേ അത് വലിയ വലിയ ഫാക്ടറിയിലല്ല, ഒരു ചെറിയ പച്ച ജീവിയിൽ. അതാണ് ക്ലോറെല്ല വൾഗാരിസ്. ഞങ്ങളുടെ ഡാറ്റ പ്രകാരം ഞങ്ങളുടെ സ്കൂൾ പരിസരത്ത് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് 25 കിലോഗ്രാം പെർ ഡേ ആയിരുന്നു. ക്ലോറെല്ല ഉപയോഗിച്ചതിലൂടെ 21 ചുരുങ്ങി, ഏകദേശം 16% കുറവ്. പൊതുവഴി മേഖലകളിലാകട്ടെ 12.5% കുറവ്. ഇതൊരു സിദ്ധാന്തമല്ല, മറിച്ച് ഇത് ഞങ്ങളുടെ ഡാറ്റ തെളിയിച്ച ഫലങ്ങളാണ്. ഒരു ചെറിയ ആൽഗ കുളം പോലും വായു ശുദ്ധീകരണത്തിന് സഹായകരമാണ്. പക്ഷേ ഇത് ചെറിയ പ്രദേശങ്ങളിൽ മാത്രം വയ്ക്കാവുന്നതാണ്. ഒരു നഗരത്തിലായാലോ? അതാണ് ആൽഗൽ ബയോറിയാക്ടർ. ഇതാണ് ഞങ്ങളുടെ പ്രോട്ടോടൈപ്പ്. ഞങ്ങളുടെ മോഡലിൽ ഒരു പ്ലാസ്റ്റിക് ക്യാൻ, വെള്ളം, ക്ലോറെല്ല വൾഗാരിസ് കൾച്ചർ, കാർബൺ ഡയോക്സൈഡ്, പ്രകാശം എന്നിവ ഉപയോഗിച്ചാണ് ചെറിയ ബയോറിയാക്ടർ രൂപപ്പെടുത്തിയത്. വാഹനങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ, നഗരങ്ങൾ എന്നിവിടങ്ങളിൽ ആൽഗൽ ബയോ റിയാക്ടറുകളായും സ്കൂൾ ക്യാമ്പസുകൾ, പബ്ലിക് റോഡുകളുടെ വക്കുകൾ എന്നിവിടങ്ങളിൽ ആൽഗൽ പോണ്ടുകളായും ഇവ സ്ഥാപിക്കാവുന്നതാണ്. ഇത് ചിലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമാണ്. ഒരിക്കലും ഒരു ചെറിയ ആൽഗ കുളം കാർബൺ ഡയോക്സൈഡിനെ മുഴുവനായും ഇല്ലാതാക്കില്ല, പക്ഷേ അത് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതിന് ചില വെല്ലുവിളികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. ഇതിന് സ്ഥിരമായ പരിപാലനം ആവശ്യമാണ്. മാത്രമല്ല ശാസ്ത്രീയ മാർഗനിർദ്ദേശങ്ങളോട് കൂടിയാവണം ഇത് നടപ്പാക്കേണ്ടതും. ഞങ്ങളുടെ ഈ പരീക്ഷണ ഡാറ്റ വ്യക്തമാക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാർബൺ ഡയോക്സൈഡിന്റെ നില കുറയ്ക്കുകയും ഓക്സിജൻ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്.
ഞങ്ങളുടെ ലക്ഷ്യം ഒരു പ്രൊജക്റ്റ് നയിക്കുക മാത്രമല്ല, ഭാവി തലമുറയ്ക്ക് ശുദ്ധമായ വായു സമ്മാനിക്കുക കൂടിയാണ്. നിങ്ങളുടെ നഗരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലാണോ? വാഹനങ്ങൾ മൂലം കാർബൺ ഉയരുന്നുണ്ടോ? അപ്പോൾ തിരഞ്ഞെടുക്കൂ ക്ലോറല്ല സൊല്യൂഷൻ. ക്ലോറല്ല വൾഗാരിസ് ഉപയോഗിക്കുന്നതിലൂടെ കാർബൺ ഫുട് പ്രിന്റിന് ഒരു പരിഹാരമാകുന്നുണ്ടോ എന്നാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ഒരു ബോട്ടിൽ ശുദ്ധജലം, ആൽഗ കൾച്ചർ, PH പേപ്പർ എന്നിവ ഉപയോഗിച്ച് ഞങ്ങൾ പ്രാഥമിക ഡേറ്റ കണ്ടെത്തി. ആദ്യ ദിവസം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 100% കണക്കാക്കി. അപ്പോൾ ജലത്തിന്റെ നിറം ലൈറ്റ് ഗ്രീൻ, pH 6.5 ആയിരുന്നു. 5 ദിവസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും പരിശോധിച്ചപ്പോൾ ജലത്തിന്റെ നിറം ഇരുണ്ട പച്ചയും pH 7.2മായി. ഓക്സിജൻ ബബിൾസും കാണപ്പെട്ടു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കാർബൺ ഡൈ ഓക്സൈഡ് കുറയുന്നതിനാൽ pH കൂടുന്നു. ഇത് ഫോട്ടോസിന്തസിസ് നടന്നതിന് തെളിവാണ്. ഞങ്ങളുടെ ഡാറ്റ ശേഖരണം പ്രകാരം 1 ലിറ്റർ ആൽഗ ഏകദേശം 1.8 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് പെർ ഡേ ആഗിരണം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ആൽഗ വളർത്തി. അതിലൂടെ ശുദ്ധമായ ഭാവി വളർത്താനാണ് ഞങ്ങളുടെ സ്വപ്നം. ഞങ്ങൾ തയ്യാറാക്കിയത് ഒരു മോഡൽ മാത്രമല്ല. പ്രകൃതിയെ രക്ഷിക്കാൻ വലിയ ശക്തി ആവശ്യമില്ല, ഒരു ചെറു പച്ച ജീവനും മതിയാകും. ഞങ്ങളൊരു ശാസ്ത്രീയ പരിഹാരം തെളിയിച്ചു. ഇനി ഇത് സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ ഡാറ്റ പ്രകാരം ഒരു സ്കൂളിൽ 10 ബയോറിയാക്ടറുകൾ സ്ഥാപിച്ചാൽ വർഷത്തിൽ ഏകദേശം 65 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കാനാകും. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കിയാൽ വലിയ മാറ്റം തന്നെ കൊണ്ടുവരാം. ഇത് ഭാവി തലമുറയ്ക്കുള്ള ഉത്തരവാദിത്വം കൂടിയാണ്. കാർബൺ ഉയരുന്നു, പക്ഷേ ഞങ്ങളുടെ പ്രതിജ്ഞ അതിലും ഉയരുന്നു. ഒരു ചെറിയ പച്ച ആൽഗ, ഒരു വലിയ പച്ച ഭാവിയുടെ തുടക്കം. പ്രശ്നം കണ്ടു, പരിഹാരം തെളിയിച്ചു. ഇനി പരിഹാരം എല്ലാവരിലേക്കും വ്യാപിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ശുദ്ധമായ വായു ഒരു അവകാശമാണ്. അത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ കടമ കൂടിയാണ്. പ്രകൃതി നമ്മെ രക്ഷിക്കാൻ തയ്യാറാണ്. നമ്മൾ തയ്യാറാണോ? തിരൂരങ്ങാടി ഒരു മാതൃകയാണ്. നാളെ കേരളം മുഴുവനും ഇതുപോലെ പച്ചയായിരിക്കട്ടെ. ഒരു ചെറു ആൽഗയുടെ ശക്തിയിൽ വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതൊരു പ്രൊജക്ടിന്റെ അവസാനമല്ല, ഒരു പച്ച വിപ്ലവത്തിന്റെ തുടക്കമാണ്. വേദിയിൽ നിന്നും ജനങ്ങളിലേക്കുള്ള യാത്ര ത്രൂ സോഷ്യൽ മീഡിയ. ഹലോ ഫ്രണ്ട്സ്, തിരൂരങ്ങാടിയുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ച 2 കുട്ടി ഗവേഷകരെ കാണാം. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങളുടെ പ്രൊജക്ടിന്റെ പേരെന്താണ്? ഞങ്ങളുടെ പ്രൊജക്ടിന്റെ പേര് കാർബൺ ഫുട് പ്രിന്റ് ഇൻ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി. അപ്പോൾ എന്താണ് കാർബൺ ഫുട് പ്രിന്റ്? കാർബൺ ഫുട് പ്രിന്റ് എന്നത് ഒരു വ്യക്തിയോ ഒരു സമൂഹമോ ഒരു സംഘടനയോ പുറപ്പെടുവിപ്പിക്കുന്ന മൊത്തം ഹരിതഗൃഹവാതകങ്ങളുടെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഗുഡ്. പക്ഷെ നമ്മുടെ ഈ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വിശദീകരിക്കാമോ? ഏറ്റവും കൂടുതൽ കാർബൺ ഉത്സർജനം ഗതാഗത മേഖലയിൽ നിന്നാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞങ്ങൾ ചെയ്തത് കാർബൺ ഫുട് പ്രിന്റ് റിഡക്ഷൻ യൂസിങ് ക്ലോറല്ല വൾഗാരിസ്. ഇതൊരു സൂക്ഷ്മ പച്ച ആൽഗയാണ്. ഇത് എല്ലായിടത്തും സുലഭമായി ലഭിക്കും. ഇത് പ്രകാശ സംശ്ലേഷണം വഴി കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നു. അപ്പോ ഇത് സാധാരണ മരങ്ങൾ പോലെ തന്നെയല്ലേ? അതെ, പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ 1 ലിറ്റർ ആൽഗ കൾച്ചർ പോലും ദിവസത്തിൽ വലിയ തോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നു. ഇത് നടക്കുന്നത് ഫോട്ടോസിന്തസിസ് വഴിയാണ്. കാർബൺ കുറയുകയും ചെയ്യുന്നു. പല രാജ്യങ്ങളിലും ആൽഗൽ ബയോറിയാക്ടർ ഉണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത് വ്യാപകമല്ലാത്തത് എന്തുകൊണ്ടാവാം? ഇത് നമ്മുടെ കേരളത്തിൽ വ്യാപകമല്ലാത്തതിനു കാരണം സാമ്പത്തികവും സാങ്കേതികപരമായ വെല്ലുവിളികളാണ്. കേരളത്തിന്റെ കാലാവസ്ഥ ക്ലോറല്ല കൾച്ചറിന് ഏറെ അനുയോജ്യമാണ്. നയപിന്തുണയും ജനപിന്തുണയും ലഭിച്ചാൽ കേരളം ഇന്ത്യയിൽ ആൽഗൽ കാർബൺ ക്യാപ്ചർ മേഖലയിൽ മുൻപന്തിയിലെത്താം. ഇത് നമ്മുടെ സമൂഹത്തിന് എങ്ങനെ സഹായകമാകുന്നു? ഫാക്ടറികൾ, വാഹനങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങൾ, വീടുകൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ എന്നിവയ്ക്കരികിൽ ചെറു ആൽഗ ബയോറിയാക്ടർ സ്ഥാപിക്കുന്നതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കാനാകും. നിങ്ങൾ ക്ലോറല്ല വൾഗാരിസ് കൾച്ചർ ചെയ്തില്ലേ? അപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ? കൾച്ചർ മലിനമാകാതെ നോക്കി പ്രകാശ നിയന്ത്രണം, pH നിയന്ത്രണം എന്നിവ ചെയ്തു. ഈ കൾച്ചർ 20 മുതൽ 30 വരെ ഡിഗ്രി സെൽഷ്യസ് താപനിലയ്ക്കിടയിലും pH 6.5 മുതൽ 7.5 നല്ല വളർച്ച കാണിച്ചത്. ഈ കൾച്ചറിന് താപനില കൂടിയാൽ കോശങ്ങൾ നശിക്കുകയും കുറഞ്ഞാൽ വളർച്ച മന്ദഗതിയിലാവുകയും ചെയ്യും. അതിനാൽ ഇതിന് സ്ഥിരമായ ശാസ്ത്രീയ പരിപാലനം ആവശ്യമാണ്. ഇത് നിങ്ങളുടെ പ്രോട്ടോടൈപ്പ് ആണല്ലോ, ഇതിനെ കുറിച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഇത് ഞങ്ങൾ നിർമ്മിച്ച ആൽഗൽ ബയോറിയാക്ടറുകൾ. ഈ ആൽഗൽ ബയോറിയാക്ടർ വളരെ ചിലവ് കുറഞ്ഞതും പ്ലാസ്റ്റിക് ക്യാൻ, കാർബൺ ഡൈ ഓക്സൈഡ്, പ്രകാശം, വെള്ളം, ക്ലോറല്ല കൾച്ചർ എന്നിവ ഇതിനായി ഉപയോഗിച്ചു. ഇത് സാധാരണ ആൽഗൽ ബയോറിയാക്ടർ. ഇതിനെ അപേക്ഷിച്ച് ഇത് വളരെ ചിലവേറിയതും പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുമുള്ളതുമാണ്. ഇതിൽ വെള്ളം മാറ്റാൻ പ്രയാസകരവും സ്റ്റാൻഡേർഡ് ന്യൂട്രിയൻസുകൾ ചേർക്കുന്നത് ചിലവേറിയതാണ്.
എന്നാൽ ഞങ്ങളുടെ ഈ ആൽഗൽ ബയോറിയാക്ടർ വളരെ ചിലവ് കുറഞ്ഞതും വെള്ളം മാറ്റാൻ സൗകര്യപ്രദവുമാണ്. ഇതിൽ ക്ലോറല്ല വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവ ലഭിക്കാൻ പൗഡർ സ്ലറി, കിച്ചൺ വേസ്റ്റ് വാട്ടർ, വെർമി വാഷ് എന്നിവ ഫിൽട്ടർ ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ കേരള സർക്കാർ ഇതിന് വലിയ തോതിൽ പ്രൊമോട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം? ചിലപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ടെക്നിക്കൽ മോണിറ്ററിംഗ് ആവശ്യകത, അവയർനെസ് കുറവ് തുടങ്ങിയവ മൂലമാകാം. ഞങ്ങളുടെ ഈ ആൽഗൽ ബയോറിയാക്ടർ ലളിതവും സാധാരണക്കാർക്ക് ഉപയോഗിക്കാം. വീടുകളിൽ നിന്ന് തുടങ്ങാം. ഗവൺമെന്റ് വരും മുമ്പ് സാധാരണക്കാർ തുടങ്ങണം. ആദ്യം സൊസൈറ്റി അഡോപ്ഷൻ, പിന്നീട് വലിയ പദ്ധതി. ഫ്രണ്ട്സ്, നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിനും ഈ ചെറു ആൽഗയാണ് കാരണം. ഇവരാണ് നമ്മുടെ ഗ്രീൻ ഹീറോസ്. ലെറ്റ്സ് ആക്ട് ടുഡേ ബിക്കോസ് ടുമോറോ നീഡ്സ് ഓക്സിജൻ. 1 ലിറ്റർ ആൽഗ പോലും ഇത്രമാത്രം മാറ്റം സൃഷ്ടിക്കുമെങ്കിൽ ഒരു നഗരത്തിലെ 1000 ലിറ്റർ ആൽഗ എത്രമാത്രം സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തെ ഹരിതമായി നയിക്കാൻ ഇന്ന് നമ്മൾ കുറയ്ക്കുന്ന ഓരോ കാർബൺ പാദമുദ്രയും നാളെയുടെ ശുദ്ധവായുവായി മാറട്ടെ. സേവ് നേച്ചർ, റെഡ്യൂസ് കാർബൺ, സെക്യൂർ ഫ്യൂച്ചർ. ഇതാണ് ഭാവിയിൽ നടപ്പാക്കാൻ പറ്റുന്ന ഞങ്ങളുടെ സ്വപ്നമായ ഗ്രീൻ മുനിസിപ്പാലിറ്റി. താങ്ക് യു. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെയും ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional. Amia Gold and Diamonds, Bypass Road, Chaman. 0494 2462 916. Mobile 9037 917 916.